ലേലം വിളി അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ലേലത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ആദ്യമൊന്നും താരങ്ങളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മുംബൈ ആരാധകർ നിരാശയിലായിരുന്നു. എന്നാൽ മുംബൈ കാത്തിരുന്നത് ആ താരത്തിന് വേണ്ടിയായിരുന്നു. അത് മറ്റാരുമല്ല, ട്രെന്റ് ബോൾട്ടാണ്. പണ്ട് മുംബൈ ടീമിലായിരുന്നു ബോൾട്ട്, പിന്നീട് രാജസ്ഥാനിലേക്ക് പോയി. ഇപ്പോഴത്തെ ബോൾട്ടിനെ മുംബൈ ഇന്ത്യൻസ് തിരിച്ചു വാങ്ങിച്ചിരിക്കുകയാണ്. 12 കോടി 50 ലക്ഷത്തിനാണ് മുംബൈ ഇന്ത്യൻസ് ബോൾട്ടിനെ വാങ്ങിച്ചത്. അപ്പോൾ ഓരോ ടീമുകളും വാങ്ങിയ താരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ടി നടരാജനെ ഡൽഹി ടീം 10 കോടി 75 ലക്ഷത്തിന് വാങ്ങിച്ചിരിക്കുകയാണ്. അതുപോലെ CSK സൂപ്പർ താരം മഹീഷ് തീക്ഷ്ണയെ രാജസ്ഥാൻ റോയൽസ് 4 കോടി 40 ലക്ഷത്തിന് വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി ബൗളിങ്ങിൽ രാജസ്ഥാനെ പേടിക്കാനില്ല. തീക്ഷ്ണ മികച്ചൊരു ബൗളറാണ്. അതുപോലെ രാഹുൽ ചഹറിനെ SRH 3 കോടിക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. ആദം സാംബയെ ഹൈദരാബാദ് 2 കോടി 40 ലക്ഷത്തിന് വാങ്ങിച്ചു. ഇതേ സമയം രാജസ്ഥാന്റെ അടുത്ത നീക്കം ഹസരംഗയിലേക്കായിരുന്നു. ഹസരംഗയെ 5 കോടി 25 ലക്ഷത്തിന് രാജസ്ഥാൻ റോയൽസ് വാങ്ങിച്ചിരിക്കുകയാണ്. ഇതേ സമയം CSK ടീം നൂർ അഹമ്മദിനെ 10 കോടിക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. നൂർ അഹമ്മദിന് വേണ്ടി ടീമുകൾ തമ്മിൽ കടിപിടിയായിരുന്നു. അവസാനം CSK അത് നേടിയെടുത്തു. പക്ഷേ രാജസ്ഥാൻ ഇവിടെ പണിയായിരിക്കുന്നത് ട്രെന്റ് ബോൾട്ടിനെ വിട്ടുകൊടുത്തു. ബോൾട്ട് ഉണ്ടെങ്കിൽ അത് രാജസ്ഥാന് ഗുണകരമായേനെ. പക്ഷേ ബോൾട്ടിന് പകരം അടുത്തൊരു താരമായ ആർച്ചറെ രാജസ്ഥാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ബൗളിംഗിൽ സൂപ്പർ താരമായ ഹസരംഗയെയും രാജസ്ഥാൻ വാങ്ങിച്ചു. പക്ഷേ മുംബൈ ടീമിന് ഇത് ലോട്ടറിയാണ്. ബോൾട്ട് ബുംറ സഖ്യമായിരിക്കും ഇനി മുംബൈ ടീമിന്റെ ബൗളിംഗ് പടയെ നയിക്കാൻ പോകുന്നത്. ബോൾട്ടും ബുംറയും ഒത്തുചേർന്നാൽ പിന്നെ മുംബൈയെ പിടിച്ചാൽ കിട്ടില്ല. അത്രയ്ക്കും വലിയ കരുത്തരാണ് അവർ. എന്തായാലും മുംബൈ ഇന്ത്യൻസ് ശരിക്കും ലക്ഷ്യം വെച്ചിട്ടാണ് IPL ലേലത്തിലേക്ക് വന്നിരിക്കുന്നത്. ആവശ്യമില്ലാത്ത ഒരു താരങ്ങളെയും മുംബൈ ടീം വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.